എൻ്റെ ദൈവമേ, എനിക്ക് എനിക്ക് പറ്റുന്നില്ല. എന്ത് ഭംഗിയാ എൻ്റെ ബേബി കിടന്നുറങ്ങുന്ന കാണാൻ. ഓ മൈ ഗോഡ്. ഏതായാലും ഒന്ന് പോയി ഫ്രഷായി വന്നേക്കാം. അപ്പോഴത്തേനും അവൻ എണീറ്റോളും. അതും പറഞ്ഞ് കുക്കി ബാത്റൂമിലേക്ക് കുളിക്കാൻ പോയി. ആ പോട്ടെ, ജീൻ പറഞ്ഞതിൽ ബാത്റൂം എന്ന് പറയണ്ട, വാഷ്റൂം ആക്കാം. വാഷ്റൂമിലേക്ക് കുളിക്കാൻ പോയി. ആ എൻ്റെ ദൈവമേ, എന്തൊരു വേദന. അങ്ങനെ പോയോ? ഈ കൂട്ടിട്ടേക്കാം. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കി. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എന്തൊരു വേദന. എന്നിട്ടൊന്നും അങ്ങനെ പോയേക്കാം. എൻ്റെ ദൈവങ്ങളെ, എന്താ ഇവിടെ നടക്കുന്നേ? അല്ല, ചിമ്മിക്ക് അറിയായിരുന്നോ കുക്കിയാണ്? അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ അറിയും? വിളിച്ചു നോക്കിയാലോ? എനിക്കാണെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചേ? ഇന്നലെ എനിക്ക് കുക്കിയുടെ കണ്ണുകളിലെ സ്നേഹം, ലവ്, അതാണ് കാണാൻ പറ്റിയേ. ഇനി അതെനിക്ക് തോന്നലാണോ? ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം ഹാപ്പി. ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചവളെ ആടെ കൂടെ തന്നെ. ദാറ്റ്സ് വൈ ഐ എം ഹാപ്പി. ബട്ട് കുക്കിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് കൊള്ളതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ? അല്ല, അലീസ എന്ന് തന്നെയല്ലേ പേര്? അത് തന്നെ. അവളിപ്പോൾ എവിടെ? അപ്പോൾ എന്താ ഇതൊക്കെ? ഞാൻ എങ്ങനെ ഇതൊന്നും അറിയതൊക്കെ? ആ, എൻ്റെ ബേബി എണീറ്റോ? ഇങ്ങനെ പോയില്ലേ ഇതുവരെ? എന്താ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എന്താ എന്നെ വിളിച്ച്? എന്താ? ദൈവമേ, ഞാൻ എന്താ വിളിച്ചു? അയ്യോ, എനിക്ക് കോളേജിൽ പോകാനുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ രക്ഷപ്പെട്ടു. ബട്ട് രക്ഷപ്പെട്ടെന്ന് കൂടുതൽ കരുതണ്ട. റെഡിയായി നിന്നോ? നൈറ്റ്. നോ 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 അത് പറ്റില്ല. എനിക്കിപ്പം തന്നെ വയ്യ. നോ, അത് നീ ഇപ്പോഴല്ല, ആദ്യം ആലോചിക്കണമായിരുന്നു. എന്തായാലും എൻ്റെ മോൻ റെഡി ആയിക്കോ. നൈറ്റ്. പിന്നെ ഇന്ന് കോളേജിൽ പോകണ്ട. കോളേജിൽ പോകണ്ടെന്നോ? അത് പറ്റില്ല. എനിക്ക് കോളേജിൽ പോകണം. പോകാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാൽ മതി. പിന്നെ നിൻ്റെ ഈ ഫോണിങ് ഞാൻ എടുക്കുക, മനസ്സിലായല്ലോ? എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? എന്താ ഫോൺ? അതെനിക്ക് വേണം. ഞാൻ തരും, അപ്പം നീ വാങ്ങിയാൽ മതി, മനസ്സിലായല്ലോ? അതും പറഞ്ഞ് ഫോൺ എടുത്തു വെച്ച് നമ്മുടെ കുക്കി എടുത്തു. ഞാൻ ബാത്റൂമിലേക്ക് ആക്കി തരാം തന്നെ. ഞാൻ എന്നിട്ട് കോളേജിൽ പോകും, മനസ്സിലായല്ലോ? ഞാൻ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോണം നേരത്തിന്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നോ? എന്നെ ഇയാൾ എന്തിനെങ്കിലും കെയർ ചെയ്യുന്നതിന്? അല്ല, വീട്ടു ജോലിയൊക്കെ ഞാൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ? ചിലപ്പോൾ ഇനി എനിക്ക് വേദന ഉണ്ടായിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ തേങ്ങനെ ബാത്റൂമിലൊക്കെ ആക്കി നമ്മുടെ ജേക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ ജേക്കൊക്കെ മറ്റൊരു കാര്യം ഓർമ്മ വന്നേ. അപ്പോൾ ഒന്നവിടെ നിന്നു. അപ്പോഴാണ് നമ്മുടെ തേങ്ങ കുളിച്ച് ഫ്രഷായി വല്ല സാവധാനം നടന്നു വരുന്നുണ്ട്. എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ ഇതുവരെ പോയില്ലേ? പോകുന്നു പറഞ്ഞിട്ടെന്താ പോകാതിരിക്കുന്നത്? പിന്നെ ജേക്ക് പെട്ടെന്ന് നമ്മുടെ തേങ്ങയുടെ അടുത്തേക്ക് ചെന്നു. ബേബി, യു സോ ഹോട്ട്. അതും പറഞ്ഞ് ജേക്ക് ബാക്കി ഞാൻ വന്നിട്ട് തരാം. ഓക്കെ, ബൈ. ഫുഡ് കഴിച്ചോണം. അതും പറഞ്ഞ് ജേക്ക് കോളേജിലേക്ക് പോയി. നമ്മുടെ വീട്ടിലിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, എത്ര സമയം എന്ന് വെച്ചിട്ടല്ലേ വീട്ടിലിരിക്കുന്നത്? കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തേക്ക് ബോറടിക്കാൻ തുടങ്ങി. ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അവിടെ എവിടെയെങ്കിലും ലാൻഡ് ഫോൺ ഉണ്ടോ നോക്കാൻ വേണ്ടി അതും തെരഞ്ഞു നോക്കാൻ തുടങ്ങി എല്ലായിടത്തും. അങ്ങനെ അതും ഇല്ലെന്ന് ഉറപ്പായി. പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ നമ്മുടെ തേങ്ങ എന്ത് ചെയ്തു? ആ വീട് മൊത്താകെ, ആ മാൻഷൻ മൊത്താകെ കാണാൻ വേണ്ടിയിട്ട്
ഡാ ചിമ്മി, എന്താടാ വരാത്തെ? വല്ലാണ്ട് മിസ് ചെയ്യുന്നടാ. ഞങ്ങളെ പ്രോഗ്രാമൊക്കെ വരാൻ പോവല്ലേ? നീ പറഞ്ഞ ശരിയാ, അവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ അവനില്ലാത്തതുകൊണ്ട് ഈ F4 എന്ന പേര് ഒന്ന് പൂർണ്ണമാകാത്തതുപോലെ. ശരിയാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ അവനെ ഇന്നലെ മുതലേ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കോൾ എടുക്കുന്നില്ല. എന്താടാ നിന്റെ മുഖമൊക്കെ സാഡായിരിക്കുന്നത്? അവനെ കാണാൻ തോന്നണോ? അതോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആടാ, പ്രശ്നം എന്ന് പറയാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടാ, അപ്പൊ നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അപ്പൊ നമ്മുടെ തേപ്പോ അവന്റെ ഡാഡിയുടെ കൂടെയാണുള്ളത്? എന്റെ പൊന്നു ഹോബി, ഒന്ന് വെല്ലപ്പറടാ, ആരെങ്കിലും കേൾക്കടാ. ഡാ, ശരിക്കും ഇതിപ്പോ എന്താ ഫീലിംഗ്? ചിരിക്കണോ അതോ കരയണോ? ഇമോഷണൽ ആവണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അവനിപ്പോ അവന്റെ അവസ്ഥ എന്താ? അല്ല, അവനോട് ഹാപ്പിയാണോ? സീരിയസ് ആയി ഒരു കാര്യം പറയുമ്പോ അവനവന്റെ ജോക്ക് അടിച്ചോണ്ട് വരിക. ഹലോ, കാര്യമായിട്ട് നല്ല തിരക്കിലാണല്ലോ. എന്താണ്? ഷുക്കാച്ചനോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് തേങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കായിരുന്നു. അവൻ വന്നില്ല ഇന്ന് കോളേജിലേക്ക്, അപ്പോൾ അത് സംസാരിക്കായിരുന്നു. അല്ല, ഏട്ടനെന്താ ഇവിടെ? എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? എനിക്ക് വന്നേയല്ലേ പറ്റൂ. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഏട്ടനിന്ന് ഓഫീസില്ലേ? ആ, എനിക്ക് പോണം. ചിമ്മി, താഴ്ന്നെൻ്റെ കൂടെ വാ. ഞാനോ? അതാ വരണോ? ഡാടാ, വേഗം പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഇയാൾ കലിപ്പാകും. നീ പോടാ, ഞാനിപ്പോൾ വരാം. എന്താ ചായ? എന്തായിരുന്നു? എന്താന്ന് നിനക്കറിയല്ലേ? നിന്നെ കാണാൻ. അല്ലാതെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് വരേണ്ടതല്ലേ? നീ അങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല ഞാൻ വരാത്തെ. എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാ. ഒന്നില്ലേലും ഞാനൊന്നിൻ്റെ CEO അല്ലേ, അത് നീ ആലോചിക്കണ്ടേ? പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന് കാരണം നിന്നെ കാണാൻ എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല, എൻ്റെ അനിയത്തിയോടെ ചേർക്കാനും കൂടെ ഞാൻ വന്നേ. ഓ, ആയിക്കോട്ടെ, സമ്മതിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്കറിയാലോ, ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ നോക്കല. പിന്നെ ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഓർമ്മ വന്നപ്പോൾ അത്രേ ഉള്ളൂ. ആഹാ, ഇതെന്താ ലവ് ബേർഡ്സ് ഇവിടെ മാറിയെന്ന് സംസാരിക്കുകയാണോ? സർ? അല്ല, സാറിന് എങ്ങനെ അറിയാം ഞങ്ങൾ കമ്മിറ്റഡാണെന്ന്? അത് പിന്നെ സർ, ഞങ്ങള് ചുമ്മാ. എന്താടാ വൈകിയ നീ? നേരത്തെ വരുന്നതാണല്ലോ. ഷുക്ക, നിങ്ങൾക്ക് തമ്മിൽ അറിയോ? ഡാ, അപ്പൊ നീ ഇതുവരെ നിന്റെ ഷോർട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ലേ ഞാൻ ആരാണെന്ന്? വാട്ട്? ഷോർട്ടി? മീ? നീ സർ എന്താ എന്നെ വിളിച്ചേ? ഹേയ് JK, നോ, എൻ്റെ ബേബിയെ ഷോർട്ടി എന്ന് വിളിച്ചേക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഹീസ് മൈൻ, മനസ്സിലായല്ലോ? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം? ഓ സോറി, ഞാൻ നിന്നോട് പറഞ്ഞു തരാം, വിട്ടുപോയ ആളാ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് JK, ജിയോൺ ജങ്കുക്ക്. സത്യം പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ടും കൂടെ ക്ലബിലേക്ക് വരുന്നുണ്ടെന്ന്? അന്ന് നമ്മൾ ക്ലബിൽ പോയ സമയത്ത് ഓർമ്മയല്ലേ ചിമ്മി? സാർ ഫ്രണ്ട്. ഓ, അപ്പോൾ അത് ഷുഗച്ചാനായിരുന്നോ? ആ അന്ന് എങ്ങനെ കാണാനാ? അന്ന് പിന്നെ ആ ഫൈറ്റ് തേടാ പ്രശ്നം വന്നപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾ വേഗം പോയല്ലോ. അതാ പിന്നെ അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാഞ്ഞേ. വാട്ട്? തേടെ ഫൈറ്റോ? നീ എന്താ പറഞ്ഞേ? തേക്ക് എന്താ പ്രശ്നം ഒന്നുണ്ടായേ? നിങ്ങളെന്താ വേഗം പോയേ? സാർ അത് അറിഞ്ഞില്ലേ? അന്ന് ക്ലബില് ഇൻവോ തേയെ. അതൊന്നുമില്ല JK, നിങ്ങളെ ക്ലാസ് പോയിക്കോ, പിന്നെ സംസാരിക്കാം. JK, എന്നാ ശരി, ഞാൻ പോയി വരാം. അപ്പോൾ അന്ന് അവിടെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചതപ്പോൾ തെറ്റൊന്നുമല്ല. എന്നോട് എന്താ ഒരു മനഃപൂർവ്വം മറക്കുന്നേ? എങ്ങനെ ഇതറിയാം? ചിമ്മിയോടാൻ ചോദിക്കാം, എന്നാലും അതറിയാൻ പറ്റൂ. ചിമ്മി, താൻ അവിടെ നിന്നേ. എന്താ സർ, എന്താ വേണ്ടേ? ഒരു 5 മിനിറ്റ്. നിങ്ങൾക്ക് 3 പേർക്കും വൈകുമോ? ബുദ്ധിമുട്ടാകുമോ? എന്താ സർ, ഒരു ബുദ്ധിമുട്ടില്ല. സാറ് ചോദിച്ചോ, എന്താ കാര്യം? അല്ല, അന്ന് നമ്മൾ ക്ലബ്ബിൽ പോയ സമയത്ത് എന്താ അവിടെ സംഭവിച്ചേ?
അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിന്ന് എനിക്ക് മനസ്സിലായി. എന്താ അത്? എൻ്റെ പൊന്നു സാറേ, അത് ആലോചിക്കുമ്പോഴേ എന്തോ പോലെയാ. ഏതായാലും അന്ന് കൃത്യസമയത്ത് ഷുഗർ ചേട്ടൻ വന്നതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിലായി. അതെ, അന്ന് ആ കൃത്യസമയത്ത് ചേട്ടൻ വന്നിട്ട് രണ്ടടി അങ്ങ് അവന് കൊടുത്തു. അതുകൊണ്ട് അതങ്ങ് അപ്പനെ സോൾവ് ആയി. എന്താണ് കാര്യമെന്ന് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞില്ല. അത് സർ, അന്ന് സാറ് ഫോം വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയില്ലേ, ആ സമയത്ത് നമ്മുടെ തേയും ഞങ്ങൾ ഇപ്പുറത്ത് കുറച്ച് അപ്പുറത്തായിരുന്നു കളിച്ചിരുന്നത്. കുറച്ച് എടുത്തായിട്ട് തേ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ ഇൻവ വന്ന് ബലമായിട്ട് തേയ കിസ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ട്? കിസ്? ഹൂ ഇസ് ദാറ്റ്? അത് ഇൻവോ, ഞങ്ങളെ ക്ലാസ്സിലുള്ള ഇൻവോ. പോയിക്കോ, 3 നേരം ക്ലാസ് പോയിക്കോ. ജിമ്മി, എന്താ സാർ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആടാ, എനിക്കെന്തായാലും സംശയം എല്ലാം ക്ലിയറായി. അങ്ങേർക്ക് ഇപ്പോഴും അവനോട് പ്രേമാടാ, എനിക്കിപ്പോൾ ഉറപ്പായി. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാം. എന്താടാ, നിനക്കെന്താ ഭ്രാന്തായോ? ആടാ, എനിക്ക് ഭ്രാന്ത. നിനക്കറിയോ, ഞാൻ ഓൾറെഡി തേക്കുക്കിന്റെ ഷിപ്പറാണ്. ഷിപ്പറോ? നീ ഇത് എന്തൊക്കെയാടാ പറയുന്നേ? നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലല്ലോ, നിങ്ങളറിയില്ല. നിങ്ങൾക്കറിയോ, കോളേജിൽ ഓൾറെഡി അവർക്കൊരു തേക്കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. നിനക്കറിയോ, അടിപൊളിയാ മോനെ. അവരോരോ എന്ത് രസമാണെന്നറിയോ ഇത്. ത്രില്ലടിക്കുന്ന എനിക്ക്. ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. സെയിം ടു, ഞാനും അറിഞ്ഞില്ലടാ. ഇതൊക്കെ എപ്പോഴാ നടന്നേ? അങ്ങനെ അന്ന് ജെകെ ഒന്നും പറഞ്ഞില്ല ഇൻവോനെ. പകരം നല്ലൊരു പേടിപ്പെടുത്തുന്ന നോട്ടൊക്കെ നോക്കി നമ്മുടെ ഇൻവോക്ക് ചില സംശയങ്ങളൊക്കെ വന്ന് എന്താ ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ അവൻ കാര്യമാക്കിയില്ല, അവനത് വിട്ടു. ഏതായാലും ഇനിയും ശല്യപ്പെടുത്തുകയാണെങ്കിൽ അപ്പം തന്നെ മറുപടി കൊടുക്കാന്ന രീതിയിൽ ജെകെ നിൽക്കുകയാണ്. കാരണം അന്ന് 2 അടി കൊടുത്തുന്നല്ലോ ഓൾറെഡി നമ്മുടെ ഷുഗർ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ കാണായിരുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് നമ്മുടെ ജെകെ എവിടേക്കാ ആ വീട്ടിലേക്ക്, അല്ലാതെ എവിടേക്കാ അല്ലേ, എവിടേക്ക് പോയി? ഈ കുക്കിക്ക് ഇതെന്താ പറ്റിയേ? വന്ന പാടെ ഈ കുത്തിരിപ്പാണല്ലോ. മുഖത്തെന്തോ നല്ല ദേഷ്യമുണ്ട്. എന്താ പറ്റിയേ? ചോദിക്കണോ? ചോദിക്കണ്ട. എന്തിനാണ് ചോദിച്ചടി വാങ്ങുന്നേ? അതെ, കുക്കി അല്ല, എന്താ ഞാൻ വിളിക്കുക? ഡാഡി, കോഫി. എങ്ങനെയുണ്ട്? വേദന സുഖമുണ്ടോ? സുഖമുണ്ടോന്നോ? എന്ത്? ഞാൻ ടേബിളിൽ പോകുമ്പോൾ പെയിൻ കില്ലേഴ്സ് വെച്ചിരുന്നല്ലോ, അത് നീ കഴിച്ചില്ലേ? ഓ, അതോ? ഞാൻ കഴിച്ചു. ഞാൻ ഫ്രഷായി വരാം. അപ്പോൾ നീ റെഡി ആയിരുന്നു? റെഡി ആവാനോ? എന്തിന്? നമ്മളെവിടെയൊക്കെ പോകുന്നേ? എന്താ ഇത്? രാവിലെ ഞാൻ എടുത്തവണ പറഞ്ഞതാ. ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണോ നിനക്ക്? ഇതുവരെ ഞാൻ റെഡി ആയിക്കോളാം. ഗുഡ് ബോയ്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ? എൻ്റെ ദൈവമേ, ഞാൻ ശരിക്കും പെട്ടല്ലോ. ഏത് സമയത്താണാവോ എനിക്ക് സാറെന്ന് വിളിക്കാൻ തോന്നിയേ. എനിക്കിപ്പം തന്നെ വേദന മാറിയിട്ടില്ല, നടക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ ഞാൻ? പെട്ടെന്നാണ് വീടിന്റെ ഡോറിൽ അടിച്ചത്. അങ്ങനെ തേ പോയിട്ട് വാതിലും തുറന്നു. നിങ്ങളാരാ? ഹേയ്, നിനക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല. നീ എന്നെ കണ്ടില്ലല്ലോ. ബട്ട് എനിക്ക് തന്നെ അറിയാം. ഐ ആം ലിസ. എന്താ ലിസ? അപ്പോ കുക്കിയുടെ ഗേൾഫ്രണ്ട് ഇവളാണ്? എനിക്കറിയാം. കുക്കി പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ തേക്ക്? അത് എനിക്കറിയാം. അപ്പോൾ ശരിക്കും ഗേൾഫ്രണ്ട് ഉണ്ടായിട്ട് പിന്നെ എന്തിനാ കുക്കി എന്നോട് ഇങ്ങനൊക്കെ? അല്ല, ജെകെ ഇവിടെ അല്ലേ? ഞാൻ ജെകെ കാണുന്നതായിരുന്നു. കുറേ ദിവസമായി അവനോട്. ആരാത്? ലിസ, നീയോ? നീ എന്താ ഇവിടെ? നല്ല ചോദ്യാ ചോദിക്കുന്നേ. എത്ര കാലാണ് നമ്മൾ കണ്ടിട്ട്? എന്നിട്ട് ഇങ്ങനെയാണോ കണ്ടിട്ട് പറയുന്നേ? ഏടാ, അതല്ലടാ, അങ്ങനെ പറഞ്ഞതല്ല ഞാൻ. അല്ല, നീ ഒറ്റയ്ക്കാണോ? അവൻ വന്നിട്ടില്ലേ? ആടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടേക്ക് വന്നിട്ടില്ല.
പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് മാളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആ ഇടയ്ക്ക് ഇവിടേക്ക് വന്ന് പോവാന്ന് കരുതി. ഏതായാലും തേങ്ങനെയും കാണാൻ പറ്റിയത് ഏതായാലും നല്ല കാര്യമായി. എന്താ നിങ്ങളുടെ ലൈഫ് പോണ? അത് ലിസ, ആടാ ഇപ്പഴാണ് ഞാൻ ഓർത്തെ. ഞാൻ 3 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോത്തിന് നീ എന്നോടൊന്ന് എൻ്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ആയി കിട്ടുമോ നിന്നെ? ആ, ഞാൻ നീ റൂമിലേക്ക് പോയിക്കോ. ഏ എന്താ? ഞാൻ ഓക്കെ, ഞാൻ പോയിക്കോളാം. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്കതിരിക്കാനല്ലേ. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നീ പറയുമ്പോ ഞാൻ കരുതി അത്രക്കൊന്നും ഉണ്ടാവും കരുതിയില്ല. നീ പറയുന്നതിനേക്കാൾ എന്തൊരു ക്യൂട്ടാടാ തേനെ കാണാൻ. ഓ മൈ ഗോഡ്. ലിസ വേണ്ട കേട്ടോ, വേണ്ട. ഓ എന്റെ പൊന്നു ചേച്ചി, ജലസ് അടിക്കല്ലേ. എനിക്ക് വേണ്ട, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണല്ലോ. പിന്നെ എന്തിനാ എനിക്ക് നിന്റെ ബേബിയെ? അതാ നിനക്ക് നല്ലേ. പിന്നെ അവൻ എന്റേതാണ്, അത് നീ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഏതായാലും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ കണ്ട് ഒന്നിച്ചല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. ഞാൻ ശരിക്കും ഹാപ്പിയാണ്. യെസ്, 5 വർഷത്തിന് ശേഷം ഞാൻ അവനെ കണ്ടു. ഇപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ട്. ബട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടില്ല. നീ എന്തൊക്കെയാ ജേക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാടാ പറയുന്നേ? നീ എന്നിട്ട് ഇതുവരെ അവനോട് നിന്റെ ഇഷ്ടം പറയാതിരിക്കുന്നേ? എന്താ പറയാതിരിക്കുന്നേ? ഇത് അവസാനം നീ റീറൈഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു തരാം. നീ ഇപ്പം തന്നെ എല്ലാം പറയുന്നതാ നിനക്ക് നല്ലത്. എനിക്കറിയാം ലിസ, ഞാൻ ഇതെന്താ പറയാതിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കുള്ളതുപോലെ ഇപ്പോഴും അവൻ എന്നോട് ഫീലിങ്സ് ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. അന്നേ ആ ചെറുപ്പത്തിൽ തോന്നിയ ഇഷ്ടം ഇപ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. നീ എന്താ പറഞ്ഞു വരുന്നേ? അവന് നിന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ്? നോ, എനിക്ക് അവൻ ഇഷ്ടമല്ല എന്നല്ല. അവൻ എന്നോട് ഇപ്പോഴും ആ ഫീലിങ്സ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. എന്റെ പൊന്നു ജേക്കെ, എന്നാ നീ അതിലൊരു കൺഫ്യൂഷനും വേണ്ട. കാരണം അവന് നിന്നെ ഇഷ്ടാന്നുള്ളത് നീ ഞാനിവിടെ വന്ന് കയറിയപ്പോഴും എനിക്ക് മനസ്സിലായി. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വന്നപ്പോ അവനാ വാതിൽ തുറന്നത്. അവനെന്നെ കണ്ടപ്പോ ആരെന്ന് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് അവന്റെ ബ്യൂട്ടി കണ്ടപ്പോഴേ മനസ്സിലായി അവനാണ് നിന്റെ ബേബി എന്ന്. പക്ഷേ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവന്റെ മുഖം ഒന്ന് പാടി. എന്റെ ലിസ എന്ന പേര് കേട്ടപ്പം തന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി അവനിപ്പോഴും നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. ലിസ, നീ സത്യമാണോ പറയുന്നത്? ശരിക്കും തേക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ആടാ, അവന്റെ കണ്ണുകൾ കണ്ടാറില്ലേ അവന് നിന്നെ ഇഷ്ടമാണെന്ന്. എന്തായാലും നീ നിന്റെ ഇഷ്ടം ചെയ്യ്. കൂടുതൽ എന്തായാലും വൈകിക്കുന്നു വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഞാൻ എന്തായാലും പോവാ. അങ്ങേടെ എന്നെ അവിടെ കാത്തുനിന്ന് എന്നെ അടക്കം ചെയ്യും. ഞാൻ പോവാ. പിന്നെ കാണണേ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം, മറക്കണ്ട. ഓ ആയിക്കോട്ടെ മേഡം പോകാൻ നോക്ക്. ഞാൻ വന്നിട്ട് നമുക്ക് റെഡിയാക്കാം. എന്നാ നീ പോക്കോ, ഞാൻ ഇവിടുന്ന് റെഡിയാക്കട്ടെ. അപ്പോ ശരി, എന്നാ ഞാൻ പോയി. പിന്നെ ആ പാവത്തിനെ വേദനിപ്പിക്കല്ലേ. He is mine, Lisa. Then why are you telling me that? അവൻ എൻ്റെതാ, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അപ്പോ എനിക്കെന്തും ചെയ്യാം അവനെ. അയ്യോ എന്റെ പാവം തേത്തെ, അവനെ കാത്തോണ്ട് ദൈവമേ, ഈ കാട്ടുമോളിന്റെ കയ്യിൽ നിന്ന് വെച്ചിട്ട്. നീ പൊടി താറാവ് കുഞ്ഞെ, അവനെ ഞാൻ നോക്കിക്കോളാം. എന്നാലും അവൾ എന്തിനായിരിക്കും വന്നേ? അവളെന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ നിങ്ങള് ഒപ്പരാണല്ലോ എന്നൊക്കെ. എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആഹാ, എൻ്റെ ബേബി എന്നെ വെയിറ്റ് ചെയ്യായിരുന്നോ? കുക്കി അല്ല ഡാഡി, അത് ഞാൻ ആദ്യം തന്നെ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം. അത് മോൻ്റെ മനസ്സിലെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതും പറഞ്ഞ് ജാക്കി എന്തൊക്കെയോ നമ്മുടെ തേയോട് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് നമുക്ക് വരും വഴി മനസ്സിലാക്കാം. ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോ എന്നാ നമുക്ക് തുടങ്ങിയാലോ? അത് ഡാഡി, നീ ഇങ്ങനെ ഡാഡി എന്നിങ്ങനെ വിളിക്കുന്ന കേൾക്കാം. എന്നാ ഹോട്ടാ നിനക്കറിയോ? മൈ ബേബി ബോയ്. അതും പറഞ്ഞ് കുക്കി തന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അയക്കാൻ തുടങ്ങി. എന്താണ് മോ നോക്കി നിൽക്കുന്നത്? സ്ട്രിപ്പ് യുവർ സെൽഫ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ബിഗ്. പിന്നെ എങ്ങനെ എനിക്ക് വേദന ഇല്ലാതിരിക്കുക?
ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അതോ ഇനി ഞാൻ തന്നെ സ്ട്രിപ്പ് ചെയ്യണോ? ചെയ്തിട്ട് പിന്നെ എന്നെ തടയരുത്. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. ഓ മൈ ബേബി, യു സോ ഹോട്ട് ആൻഡ് സെക്സി. ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ്. പ്ലീസ് പ്ലീസ് സ്റ്റെൻഡ്. ഞാൻ ശ്രമിക്കാം. ഓക്കെ. I know you're so hurting, but I can't control baby boy. And നാളെ നിനക്ക് കോളേജ് ഒന്നുമില്ലല്ലോ, പിന്നെന്താ? എൻജോയ് മൈ ബേബി. പിന്നീട് അവരെന്താ ചെയ്തതെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ? ഷോ, എനിക്ക് നാണാവുന്നു. പോട്ടെ. പിന്നെ ഐ തിങ്ക് നെക്സ്റ്റ് എപ്പിസോഡ് ഈസ് ലാസ്റ്റ് എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണേ. എനിക്കറിയില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ, ലൈക്ക് അടിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ അടുത്ത BL ആയിരിക്കും ഇടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ബൈ, സീ യു.